ഹായ് വെൽക്കം യു ഓൾ ടു മാത്സിലു. 5 മിനിറ്റ് കൊണ്ട് 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഡയറി എഴുതുന്നത് എങ്ങനെയെന്ന് പഠിപ്പിക്കുകയാണ്. 5 മിനിറ്റ് കൊണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ആദ്യം ഡയറി എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിർബന്ധമായും ഒരു ഇൻ്റർജെക്ഷൻ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇൻ്റർജെക്ഷൻ എന്ന് പറഞ്ഞാൽ പാർട്സ് ഓഫ് സ്പീച്ചിൽ 18 നമ്പർ, അതിൽ അവസാനത്താണ് ഇൻ്റർജെക്ഷൻ എന്ന് പറയുന്നത്. അത് ഇൻ്റർജെക്ഷൻ എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ്? ഇംഗ്ലീഷിൽ ഒരുപാട് വാക്കുകളുണ്ട്, ആ വാക്കുകൾ ഒക്കെ ഒന്നും പൂർണ്ണമായ അർത്ഥങ്ങളില്ല. അപ്പോൾ ദേ ഡിഡ് നോട്ട് ഹാവ് മീനിങ്, ദേ ഡു നോട്ട് ഹാവ് മീനിങ്. ഇപ്പോൾ അലാസ് എന്ത് മീനിങ്ങാണ്? ഹായ് എന്ത് മീനിങ്ങാണ്? ഓ എന്ത് മീനിങ്ങാണുള്ളതിന്? അത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് മാത്രമേ ഡയറി ആരംഭിക്കാൻ പാടൂ. ഞാൻ പറയുന്നത് ഓ വാട്ട് എ സാഡ് ഡേ, ഓ ഹായ് വാട്ട് എ അൺഫർഗറ്റബിൾ ഡേ, വാട്ട് എ വണ്ടർഫുൾ ഡേ. അവിടെ മാറി, അവിടുത്തെ ആ ഒരൊറ്റ സെൻറ്റൻസിൽ തന്നെ നമ്മുടെ ഈ മൈൻഡ് സെറ്റ് അവിടെ വളരെ ക്ലിയറാണ്. അതെന്തായിരിക്കും ആ ഡയറി എന്നുള്ളത് വളരെ ക്ലിയർ ആയിരിക്കണം. അപ്പോൾ ഈ ഓ വാട്ട് എ സാഡ് ഡേ, വാട്ട് എ ബാഡ് ഡേ, ഹായ് വാട്ട് എ ഹാപ്പി ഡേ, കണ്ടോ, വാട്ട് എൻ അൺഫർഗറ്റബിൾ ഡേ, വാട്ട് എ വണ്ടർഫുൾ ഡേ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതിലൂടെ മാത്രമേ ആരംഭിക്കാൻ പാടൂ. ഒരു ഡയറി ആരംഭിക്കുന്ന സമയത്ത് നിർബന്ധമായും അത്തരത്തിലാണ് ആരംഭിക്കേണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യം ആ ഡയറിയുടെ ഡേറ്റും ഇതൊക്കെ എഴുതി വെക്കും. ഡയറിയുടെ ഡേറ്റും അതോടൊപ്പം തന്നെ ഈ ആ ദിവസവും ഒക്കെ എഴുതി വെക്കും. അത് എഴുതി വെച്ചതിന് ശേഷമാണ് നമ്മൾ ആരംഭിക്കുന്നത് ഇൻ്റർജെക്ഷനിലൂടെ. ആ ഫസ്റ്റ് പാരഗ്രാഫ്, ഐ ഷുഡ് നോട്ട് ഹാവ് ഡൺ ദാറ്റ്, ഐ ഷുഡ് നോട്ട് ഹാവ് ഡൺ ദാറ്റ്, ഞാനത് ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. വാട്ട് എ സാഡ് ഡേ, ഓ വാട്ട് എ സാഡ് ഡേ. സന്തോഷകരമായ മുഹൂർത്തത്തിൽ ഒരിക്കലും കൊണ്ടേ അത് ഓ വാട്ട് എ സാഡ് ഡേ എന്ന് വെക്കരുത്. ഹായ് വാട്ട് എൻ എക്സൈറ്റിംഗ് ഡേ, വാട്ട് എ വണ്ടർഫുൾ ഡേ, വാട്ട് എൻ അങ്ങനെയാണ് ആരംഭിക്കേണ്ടത്. ഞാൻ അതിന് ശേഷം ഐ ഷുഡ് നോട്ട് ഹാവ് ഡൺ ദാറ്റ്, ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ആ മൈൻഡ് സെറ്റ് അവിടെ ക്ലിയറാണ്. രണ്ടാമത്തത്, നമ്മൾ എന്തിനെക്കുറിച്ചാണോ പറയുന്നത് അതാണ് രണ്ടാമത്തെ പാരഗ്രാഫ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പാരഗ്രാഫിൽ എന്തിനെക്കുറിച്ചാണോ പറയുന്നത്, ഓ യെസ്റ്റർഡേ മൈ ഡോട്ടർ വെൻ ടു നിലമ്പൂർ വിതൗട്ട് ആസ്കിങ് മൈ പെർമിഷൻ. I was so angry and I hit her. I hit her very badly. She was crying all through the night. She was crying all through the night. What a sad day. I was very sad. I was very sad. And I could not sleep at night. അത് കഴിഞ്ഞതിന് ശേഷം സമ്മപ്പ് വേണം. ഫ്രം ഹിയർ ഓൺവേർഡ്സ്, ഇന്ന് തൊട്ട് ഞാൻ തീരുമാനിച്ചു. ഫ്രം ടുഡേ ഓൺവേർഡ്സ് ഐ ഡിസൈഡഡ് നോട്ട് ടു ഹാം മൈ ഡോട്ടേഴ്സ്. അവിടെ അത് മൂന്നാമത്തെ പാരഗ്രാഫാണ്. അവസാനം സമ്മപ്പ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം. ആ സമ്മപ്പ് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായും ഹായ് ഐ ഫീൽ സ്ലീപ്പി, ഇത് രാത്രിയാണ് എഴുതുക. ഹായ് ഐ ഫീൽ, നോക്കൂ ഇവിടെ പ്രത്യേകം എന്താ, ഇറ്റ് ക്യാരീസ് ഫീലിങ്സ്. അത് പ്രത്യേക ഫീലിങ്ങുകൾ ക്യാരി ചെയ്തത്. നമുക്ക് ദേ ഡു നോട്ട് ഹാവ് മീനിങ് ബട്ട് ദേ ക്യാരി സം ഫീലിങ്സ്. ഈ ഇൻ്റർജെക്ഷൻ്റെ പ്രത്യേകത അതാ. ഇൻ്റർജെക്ഷൻ നിർബന്ധമായിട്ടും ഉപയോഗിക്കണം ഒരു ഡയറി പേജിൽ. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ യാതൊരു സംശയവും വേണ്ട, ആ ഡയറിക്ക് പൂർണ്ണമായ മാർക്ക് കിട്ടും. അവസാനത്തായി ഹായ് ഐ ഫീൽ സ്ലീപ്പി, എനിക്ക് ഉറക്കം വരുന്നു. അപ്പോൾ അവിടെ നൈറ്റ് 10 PM നമ്മൾ പോയി കടന്നു. അവസാനത്താണ് ഡയറി ചെയ്തത്. ആദ്യം ആരംഭിക്കുന്ന ഓ വാട്ട് എ സാഡ് ഡേ, എന്തൊരു സാധനം, ഐ ഷുഡ് നോട്ട് ഹാവ് ഡൺ ദാറ്റ്, ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പോൾ ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക്, അതെൻ്റെ തെറ്റാണ് എന്ന് ആദ്യം തന്നെ ആ മൈൻഡ് സെറ്റ് പറയുകയാണ്. നമ്മുടെ മൈൻഡ് സെറ്റ് എന്താണ് എന്ന് കൃത്യമായി പറയുകയാണ്. അത് കഴിഞ്ഞ് എന്താണ് സംഭവിച്ചത് എന്ന് എഴുതും സെക്കൻഡ് പാരഗ്രാഫിൽ. തേർഡ് പാരഗ്രാഫിൽ അതിനെക്കുറിച്ചുള്ള നമ്മുടെ ഒരു പേഴ്സണൽ റിഫ്ലക്ഷൻസ്, പേഴ്സണൽ റീകളക്ഷൻ പറയും. എന്താണ് ഞാൻ ചെയ്തുകൂടായിരുന്നു, അത് അരുതാത്തതാണ് ചെയ്തത് എന്നുള്ളൊരു പേഴ്സണൽ റീകളക്ഷൻ വെക്കും. അവസാനം സമ്മപ്പ് ചെയ്യുമ്പോൾ അത് പറയണം, നിർബന്ധമാണ്, ഹായ് ഐ ഫീൽ സ്ലീപ്പി. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഒരു ഡയറി പേജ് എഴുതിയാൽ യാതൊരു സംശയവും വേണ്ട, പൂർണ്ണമായ മാർക്കായിരിക്കും അതിന് കിട്ടുക.
താങ്ക് യു.